കോക്രോച്ച് സമരത്തിൽ ISI ഭീകരരുടെ സാന്നിധ്യം പുറത്തുകൊണ്ടുവന്നതിന് പിന്നാലെ അമൃത്സർ പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഗുർപ്രീത് സിംഗ് ബുള്ളറെ നീക്കി പഞ്ചാബ് ആം ആദ്മി സർക്കാർ. ബോർഡർ റേഞ്ച് DIG ഹർമൻബീർ സിംഗിനെ കമ്മീഷണറുടെ അധിക ചുമതല നൽകിയിട്ടുണ്ട്. പുതിയ ഉത്തരവ് ഉണ്ടാകുന്നതുവരെ DGP ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാനാണ് ബുള്ളറയോട് ആപ് സർക്കാർ നിർദ്ദേശം നൽകിയത്. എന്ത് കാരണത്താലാണ് കമ്മീഷണർ സ്ഥാനത്ത് നിന്നും നീക്കിയത് എന്ന് സംബന്ധിച്ച് വെള്ളിയാഴ്ച ഇറക്കിയ ഉത്തരവിൽ വ്യക്തമായിട്ടില്ല. ഏതാനും ദിവസം മുമ്പാണ് പാകിസ്ഥാൻ ISI ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള സംഘത്തെ ബുള്ളറുടെ നേതൃത്വത്തിലുള്ള പഞ്ചാബ് പോലീസിന്റെ സ്പെഷ്യൽ ടീം പിടികൂടുന്നത്. അതായത് ഡൽഹിയിൽ പാറ്റ സമരത്തിനിടെ ജന്തർ മന്ദിറിൽ നുഴഞ്ഞുകയറി, അതായത് പാറ്റ പ്രവർത്തകരുടെ കൂടെ നുഴഞ്ഞുകയറി ജെയ്ഷെ മുഹമ്മദിന്റെയും കൂടാതെ ISIയുടെയും സാന്നിധ്യമുള്ള തീവ്രവാദികൾ അവിടെ ഒരു പെട്രോൾ ബോംബൊക്കെ എറിഞ്ഞ് ഒരു ഭീകരാക്രമണം നടത്താൻ ഒരു പദ്ധതി ഇട്ടിരുന്നു. ആ ഒരു രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചാബിലെ പോലീസ് കമ്മീഷണറായിരുന്ന ബുള്ളറയുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരു നീക്കം നടത്തി പ്രതികളെയൊക്കെ പിടികൂടിയത്. അതിലൂടെയാണ് ജന്തർ മന്ദിറിലെ കോക്രോച്ച് സമരത്തിൽ ഭീകരാക്രമണ പദ്ധതി അടക്കം തകർത്തതും അതിനായി തീവ്രവാദികൾ ജന്തർ മന്ദിറിൽ എത്തിയതെന്നും ബുള്ളറെ തെളിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അറസ്റ്റിലായ 4 പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 9 അംഗ സംഘത്തിൽ നിന്ന് 3 പിസ്റ്റളുകളും 9 ലൈവ് കാർട്രിഡ്ജുകളും 4 പെട്രോൾ ബോംബുകളും കണ്ടെത്തിയിട്ടുണ്ട്. പാറ്റ സമരത്തിനിടെ തീവ്രവാദികളും എത്തിയിരുന്നുവെന്ന ബുള്ളറുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായതോടെ പ്രതിഷേധക്കാർക്ക് പിടിയിലായവരുമായി ബന്ധമുണ്ട് എന്ന് കമ്മീഷണർ പറഞ്ഞിട്ടില്ലെന്ന് പഞ്ചാബ് പോലീസ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. പിന്നാലെയാണ് ബുള്ളറെ കമ്മീഷണർ സ്ഥാനത്ത് നിന്നും നീക്കിയത്. കമ്മീഷണറുടെ സ്ഥലമാറ്റം അമ്പരിപ്പിക്കുന്നതാണെന്നും ജന്തർ മന്ദിർ ഗൂഢാലോചനയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കെജ്രിവാളിനെ അസ്വസ്ഥനാക്കിയെന്നാണ് മുൻ കേന്ദ്ര സഹമന്ത്രി രവ്നീത് സിംഗ് പറഞ്ഞത്. ബുള്ളറെ കമ്മീഷണർ സ്ഥാനത്ത് നിന്നും നീക്കിയതിനെതിരെ പഞ്ചാബ് പോലീസിനുള്ളിൽ തന്നെ ശക്തമായ എതിർപ്പ് ഉയർന്നിട്ടുണ്ട്. നിലവിൽ CJP സമരം അട്ടിമറിക്കാൻ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ലക്ഷ്യം വെച്ചു എന്ന വെളിപ്പെടുത്തലുമായി പശ്ചിമ ബംഗാൾ പോലീസ് രംഗത്ത് വരുന്നുണ്ട്. പോലീസ് വേഷത്തിൽ ജന്തർ മന്ദിറിലെത്തി അട്ടിമറി ശ്രമത്തിന് പദ്ധതിയിട്ടുവെന്നാണ് പഞ്ചാബിലെ പോലീസിനെ അതായത് പഞ്ചാബ് പോലീസ് ഇപ്പോൾ പറയുന്നതിന് ശരിവെച്ചുകൊണ്ട് പശ്ചിമ ബംഗാൾ പോലീസും പറയുന്നത്. ബംഗാളിൽ അറസ്റ്റിലായ ജെയ്ഷെ ഭീകരൻ ഹക്കീം മണ്ഡലിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. ഇയാളുടെ പെൺ സുഹൃത്തായ അർപ്പിത സർക്കാരും പിടിയിലായിരുന്നു. പിടിയിലായ ഭീകരൻ ബംഗാൾ മുഖ്യമന്ത്രിയെയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വെച്ചിരുന്നു. അർപ്പിതയെ ഉപയോഗിച്ച് ഹണി ട്രാപ്പിനും ശ്രമം നടത്തിയിരുന്നു. ബംഗാൾ മന്ത്രിയുടെ മകനെ ലക്ഷ്യമിട്ടായിരുന്നു ഹണി ട്രാപ്പ്. പശ്ചിമ ബംഗാൾ പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് വെള്ളിയാഴ്ച പ്രതികളെ പിടികൂടിയത്. ബർധമാൻ നഗരത്തിലെ വാടക വീട്ടിൽ നിന്നാണ് ഇരുവരെയും പിടികൂടിയത്. ഇരുവരും 1 വർഷത്തിലേറെയായി സോഷ്യൽ മീഡിയ വഴി ഭീകര സംഘടനകളുമായി ബന്ധം പുലർത്തിയതായും ഇവരിൽ നിന്നും ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളും ചില നിർണായക രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് SIT പറയുന്നത്. പിടിച്ചെടുത്ത ഉപകരണങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ വർഷം ബർധമാനിൽ വെച്ച് അന്നത്തെ പ്രതിപക്ഷ നേതാവ് നിലവിലെ മുഖ്യമന്ത്രിയുമായ സുവേന്ദു അധികാരിയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവർ ശേഖരിച്ചിരുന്നു. കൂടാതെ RSS BJP എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടായിരുന്നു സംഘത്തിന്റെ ഭാഗമായിരുന്ന ഇവർ 2 പേരുമെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നുണ്ടായിരുന്നു.